പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ ഞങ്ങൾ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന് വന്ദനം. ആവേ മരിയ. ഇമ്മാനുവേൽ. ജ്ഞാനം 10:21. ജ്ഞാനം മൂകരുടെ വായി തുറക്കുകയും ശിശുക്കളുടെ അവന് സ്ഫുടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്തു. നിരന്തരം വിഷ്ണുവായിലൂടെ പറയാറുള്ള വിഷ്ണുവായിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള അഭിഷേകത്തിൻ്റെ വചനമാണ് ജ്ഞാനം 10:21. ജ്ഞാനം മൂകരുടെ വായി തുറക്കുകയും ശിശുക്കളുടെ അവന് സ്ഫുടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്തു. ഈ വചനം ഹെബ്രായ 4:12 പറയാണ്, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മച്ചിയിലും തുറച്ചുകയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളിലും യോഗങ്ങളിലും വിവേചിക്കുന്നതുമാണ്. ശക്തമായിട്ടുള്ള വചനം ദൈവവചനത്തെക്കുറിച്ച് വചനം തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസൃതമായിട്ട് ദൈവത്തിൽ നിന്ന് ഏറ്റവും ഉത്തമോചിതമായിട്ടുള്ള സംലഭ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് നാം ദൈവത്തെ പലപ്പോഴും സമീപിക്കാറുള്ളത്. നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങളും നിയോഗങ്ങളും എല്ലാം തന്നെ അപ്രകാരം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കർത്താവിൻ്റെ വചനം പറയാം, ജോബിൻ്റെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 21-ാം തിരുവചനം പറയാം, ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക, അപ്പോൾ നിനക്ക് നന്മ വരും. നമ്മൾ ആദ്യം ചെയ്തിരിക്കേണ്ട പണി ഇതാണ്, ദൈവവുമായിട്ട് രമ്യതയിലാകണം. ദൈവവുമായിട്ട് എങ്ങനെ നമ്മൾ രമ്യതയിലാകും, എങ്ങനെ ആവണം, ദൈവവുമായിട്ട് രമ്യതയിലാകാൻ എന്ത് ചെയ്യണം? കാരണം നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങളും പ്രാർത്ഥനകളൊക്കെ നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ്. നമുക്ക് പരിശോധിച്ച് നോക്കി അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. എല്ലാം തന്നെ നമ്മുടെ പ്രത്യേകമായിട്ടുള്ള ഓരോ ജീവിത ആവശ്യങ്ങളെ മുൻനിർത്തിയും നമ്മുടെ ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ആത്മീയവും ഭൗതികമായിട്ടുള്ള ജീവിത മേഖലകളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥന ആവശ്യങ്ങളും നിയോഗങ്ങളുമായിട്ട് നമ്മൾ സമർപ്പിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ദൈവവുമായിട്ട് രമ്യതയിൽ കഴിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന് വചനം തന്നെ പഠിപ്പിക്കുകയാണ്, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. അപ്പോൾ നാം ലോകത്തോട് മൈത്രി വെച്ച് പുലർത്തുകയും തങ്ങളെ തന്നെ ദൈവത്തിന് ശത്രുവാക്കുകയും ചെയ്യാം. വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ലോകത്തോട് മൈത്രി വെച്ച് പുലർത്തുന്നവൻ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ദൈവത്തെ ശത്രുവാക്കിയതിന് ശേഷമാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് പിന്നത്തെ പ്രാർത്ഥന അങ്ങനെ ആയി കഴിയുമ്പോൾ പിന്നത്തെ നമ്മുടെ പ്രാർത്ഥന ആരോടാണ്? ദൈവത്തോട് എന്ന് നമ്മൾ മനസ്സിലാക്കി ഗ്രഹിച്ച് അല്ലെങ്കിൽ ചിന്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ശത്രുവിനോടാണ്. നമ്മൾ ദൈവത്തോടാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ശത്രുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ശത്രുക്കളോട് അല്ലെങ്കിൽ നമ്മളോട് ശത്രുത വെച്ച് പുലർത്തുന്ന ആരോടെങ്കിലും നമ്മൾ ഒരു 1000, 10,000, 1,00,000 കടം ചോദിച്ചാൽ അവർ തരുമോ നമുക്ക്? അപ്പോൾ ദൈവത്തോട് നമ്മൾ ചെയ്യുന്നൊരു പരിപാടി ഇതാണ്, ദൈവത്തെ ശത്രുവായി പരിഗണിച്ച് ദൈവത്തെ മുൻനിർത്തിയിട്ട് ശത്രുവിനോടാണ് പിന്നെ നമ്മുടെ പ്രാർത്ഥന മുഴുവൻ നമ്മൾ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ തന്നെ അവിടെയുള്ള കുഴപ്പം നമ്മൾ തീർക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയണം, മനസ്സിലാക്കണം. യോഹന്നാൻ്റെ സുവിശേഷം ഒന്ന് വ്യക്തമായിട്ട് നമ്മൾ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. യോഹന്നാൻ്റെ സുവിശേഷത്തെക്കുറിച്ച് പറയുന്നത് സ്നേഹത്തിൻ്റെ സുവിശേഷമാണെന്നാണ്. അപ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ അല്ലെങ്കിൽ ലഭിക്കാൻ അവിടെ എന്തെങ്കിലും തടസ്സമുണ്ടോ? യഥാർത്ഥത്തിൽ തടസ്സമൊന്നുമില്ല. എനിക്ക് എൻ്റെ അപ്പനോട്, എൻ്റെ പിതാവിനോട്, എൻ്റെ സ്വർഗീയ അപ്പച്ചനോട് രമ്യതപ്പെടാനായിട്ട് ഒരു തടസ്സവും അവിടെ കാണുന്നില്ല. പക്ഷേ ചില കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ എന്താണ്, ഏതാണ്, എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതൊക്കെ എങ്ങനെയാണ്.
ഈശോ പറയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ ഇഷ്ടം അന്വേഷിക്കും, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. വചനം എന്ന് പറയുമ്പോൾ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ, ഇത് POC ബൈബിളിൽ 73 പുസ്തകങ്ങൾ അടങ്ങിയിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥം. ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ എല്ലാ വചനവും ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നമ്മൾ, അല്ലേ, അങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ദൈവം സംസാരിച്ചിട്ടുള്ളതായിട്ടും പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ടും കർത്താവായ യേശു സംസാരിച്ചിട്ടുള്ളതായിട്ടൊക്കെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിച്ചിരിക്കെ ഞാൻ ഈ വചനത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടോ, അതിനോട് യുക്തി വിചാരം നടത്തുന്നുണ്ടോ, ആ വചനങ്ങളോട് ഞാൻ രമ്യതയിലാണോ, അല്ലെങ്കിൽ ഞാൻ ആ വചനത്തിനെതിരായിട്ടാണോ എൻ്റെ ജീവിതം കടന്നു പോകുന്നത്? ഇതൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള പ്രശ്നം. നമ്മൾ പിന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പിന്നെ ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട്. പലരോടും നമ്മൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. പുരോഹിതരോട്, സന്യസ്തരോട്, അഭിഷിക്തരോട്, ശുശ്രൂഷകരോട്, അല്ലെങ്കിൽ പ്രാർത്ഥന മേഖലയിൽ വ്യാപരിക്കുന്ന ഓരോരുത്തരോടൊക്കെ നമ്മൾ പ്രാർത്ഥനാ സഹായം ചോദിക്കാറുണ്ട്. ഈ പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്താണ്? ഞാൻ ചോദിച്ചാൽ എൻ്റെ അപ്പൻ എനിക്ക് അനുവദിച്ച് തരാത്ത കാര്യങ്ങൾ ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ചോദിച്ചാൽ എൻ്റെ കാര്യങ്ങൾ നടത്തി തരാത്ത ഒരു അപ്പനാണ്, അതുകൊണ്ടാണ് ഞാൻ വേറെ ഒരാളോട്, വേറൊരു ചേട്ടനോട്, അല്ലെങ്കിൽ ഒരു അച്ഛനോട്, ബ്രദറോട്, സിസ്റ്ററോടൊക്കെ ചോദിച്ച്, അല്ലെങ്കിൽ ഒരു അഭിഷിക്തനോടൊക്കെ ചോദിച്ച് നമ്മൾ എൻ്റെ അപ്പനോടൊന്ന് പറഞ്ഞ് എൻ്റെ കാര്യം നടത്തി തരാൻ പറയും. അപ്പം ഞാനും എൻ്റെ അപ്പനും തമ്മിലുള്ള ഈ അകൽച്ചയ്ക്ക്, ഈ ഇടർച്ചയ്ക്ക്, അല്ലെങ്കിൽ ഈ അസ്വാരസ്യത്തിന്, അല്ലെങ്കിൽ ഈ ഇവിടെ ഇടയ്ക്ക് ഒരു പ്രതിബന്ധം ഉണ്ടാകാനുള്ള തടസ്സം ഉണ്ടാക്കുന്ന അത് ആരാണ്? സാത്താൻ. ഈ സാത്താനിക പ്രവൃത്തി എൻ്റെ ജീവിതത്തിലുണ്ടോ? സാത്താൻ എന്ന വാക്കിനെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: തടസ്സം നിൽക്കുന്നവൻ, തടസ്സം ഏർപ്പെടുത്തുന്നവൻ, അല്ലെങ്കിൽ പ്രതിബന്ധം ഉണ്ടാക്കുന്നവൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ തടസ്സമുണ്ടാക്കാൻ ഞാൻ തന്നെ കാരണമായി തീരുന്നു. പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്: ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഞാൻ ഇച്ഛിക്കുന്നത് എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നന്മയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പക്ഷേ അതെനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്നിൽ ഞാൻ അറിയാത്ത ഒരു ഡിഫറൻ്റായിട്ടുള്ളൊരു ശക്തി എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടും എനിക്കത് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വേറെ ഒരു ശക്തി എന്നെക്കൊണ്ട് തിന്മ ചെയ്യിക്കാൻ, അല്ലെങ്കിൽ ഈ പ്രതിബന്ധം സൃഷ്ടിക്കാൻ, എൻ്റെ അപ്പനുമായിട്ട് ഈ തടസ്സം അല്ലെങ്കിൽ പ്രതിബന്ധം, അല്ലെങ്കിൽ ഇവിടെ ഒരു വൻമതിൽ പണിത് എനിക്കും എൻ്റെ പിതാവിനും ഇടയ്ക്ക് അങ്ങനെ നിർത്തുന്ന ഒരു പവർ, ഒരു ശക്തി എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ശക്തിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇതിനെയാണ് നമ്മൾ നീക്കം ചെയ്യേണ്ടത്. അങ്ങനെ നീക്കം ചെയ്തു കഴിഞ്ഞാൽ കർത്താവിൻ്റെ വചനം ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ ദൈവവുമായി രമ്യതരായി സമാധാനത്തിൽ കഴിയുക. അപ്പോൾ നിനക്ക് നന്മ വരും. നീ ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണ്. നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിനക്ക് തടസ്സം നിൽക്കുന്ന ആ വൻമതിൽ, അല്ലെങ്കിൽ ആ കോട്ട, അല്ലെങ്കിൽ ആ പ്രതിബന്ധം നീ തകർക്കാൻ നീ തയ്യാറായാൽ നിൻ്റെ പിതാവ് തന്നെ നിന്നെ സഹായിക്കും. ഈ ഉറപ്പ് വിസ്ഡം ഫയർ നിങ്ങൾക്ക് നൽകിയാണ്. ജയ് ജീസസ്, ജയ് ഹോളി ട്രിനിറ്റി, ജയ് ഹെവൻ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. എനിക്കാനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എൻ്റെ പ്രാണവല്ലഭൻ, എന്നെ കാത്തിടുന്നവൻ, എനിക്കെന്നും കൂട്ടായിട്ടെൻ്റെ കൂടെയുള്ളവൻ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവാണെന്നും ദൈവമാണെന്നും
ഞാൻ വിശ്വസിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ യേശുവേ.